സീസൺ 7 മലയാളം. അപ്പോൾ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലക്ഷ്മി അക്ബർ വിഷയമാണ്. അത് ഏകദേശം അങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എപ്പോഴും വീക്കെൻഡ് എപ്പിസോഡാകുമ്പോൾ അക്ബറിനെ അങ്ങ് പുകഴ്ത്തി സംസാരിക്കുക, അക്ബറിൻ്റെ കുറ്റങ്ങളൊന്നും അങ്ങനെ നോട്ടീസ് ചെയ്ത് പറയാതിരിക്കുക. ഒരു തവണ നോട്ടീസ് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആങ്കർ ഇഷ്യൂ, അത് ഉമ്മയെ വിളിച്ചു കൊടുത്ത് അങ്ങനെ ഒരു പ്രിവിലേജ് അക്ബറിന് കൊടുത്തു. പിന്നെ ഈ അക്ബറാണ് അവിടെ എപ്പോഴും അനുവിനെ ചൊറിയാൻ ചെല്ലുന്നത്. അത് എപ്പോഴും കണ്ടൻറ്റ് ഉണ്ടാക്കുന്നു, കണ്ടൻറ്റിന് വേണ്ടി ഓരോന്ന് പറയുന്നു, സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അനു ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഈ ഒരു കാര്യം എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്ബറാണ്, അനുമോളല്ല. അപ്പോൾ അങ്ങനെ സഹികെട്ടാണ് അനുമോൾ പറഞ്ഞത്, ഓക്കെ ഞാൻ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് തന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ അവിടെ എടുത്തിട്ടത് അക്ബറാണ്. അപ്പോൾ ലാലേട്ടനും ബിഗ് ബോസും ചോദ്യം ചെയ്യേണ്ടത് അക്ബറിനെയാണ്, അല്ലാതെ അനുമോളിനോടല്ല. എല്ലാ കുറ്റങ്ങളും അനുമോളിനെ ചേർത്തിട്ട് പറയാണ്. അനുമോളിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അത് എല്ലാവരോടും ചേർന്ന് എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെന്ന്. അതെന്ത് അടിസ്ഥാനത്തിലാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളെ താഴ്ത്തി കെട്ടി പറഞ്ഞ് ആ കുട്ടിയെ വേദനിപ്പിച്ചതിന് ശേഷം അത് ഞാൻ എല്ലാവരോടും കൂടി പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫെയർ. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രൊമോയിൽ കണ്ടത്, ഒണിയിൽ ആവശ്യപ്പെടുകയാണ് ലക്ഷ്മിയോട് എല്ലാ ആൺകുട്ടികളോടും ക്ഷമ പറയാം. അതെന്തിനാ ഒണീനുമായിട്ടുള്ള വിഷയത്തിന് എല്ലാ ആൺകുട്ടികളോടും ക്ഷമ പറയാം? ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഒണിയിൽ അവിടെ അത് പറയാൻ കാരണം ഒണിയിലിന് മനസ്സിലായില്ല. ലാലേട്ടൻ ഇന്നലെ ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർക്കും ഒണിയിൽ മസ്താനി വിഷയത്തിൽ ഒരു പ്രശ്നവും പ്രേക്ഷകർക്ക് തോന്നിയിട്ടില്ല എന്നുള്ളൊരു ക്ലൂ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒണിയിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, എല്ലാ ആണുങ്ങളോടും മാപ്പ് പറയണമെന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ഫെയർ. അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കുകയാണ്. താങ്ക് യു.